അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പൈനാപ്പിൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല കിഡിലൻ സാലഡാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ നല്ലൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല പഴുത്ത കേടൊന്നും ഇല്ലാത്ത നല്ലൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് ഇങ്ങനെ ഹാഫ് ആക്കിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ടാണ് നമുക്കിത് കട്ട് ചെയ്യേണ്ടത്. അതിൽ ആ സെൻറ്റർ പോർഷനൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് വേണ്ടവർക്ക് അത് എടുക്കാം. അത് നമുക്ക് ചെറിയൊരു ചൊറിച്ചിൽ അനുഭവപ്പെടും. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. എന്നിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. വലിയ വലിയ പീസസ് എടുക്കണ്ട, അപ്പോൾ അത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു സൈസാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ മല്ലിയിലയും വേണം. പച്ചമുളക് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്ന് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ എരിവില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. നമ്മുടെ പൈനാപ്പിൾ നല്ല മധുരമുള്ളതല്ലേ, അപ്പോൾ അതിന് ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള പച്ചമുളക് ചേർക്കണം. പിന്നെ മല്ലിയില അത്ര അധികം ചേർക്കണ്ട, ഒരു തണ്ട് അത്രയും മതി. നല്ല ഫ്രഷായിട്ട് ഒരു മല്ലിയിലേൻ്റെ തണ്ട് ചേർക്കുക. ചെറിയ പീസസ് ആക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ട് ചേർക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ വിനീഗർ ആട്ടോ. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് എസെൻസ് ആണ്. വിനീഗറിൻ്റെ ആ വലിയ ബോട്ടിലുള്ളതല്ല ചേർത്തിട്ടുള്ളത്. ഈ എസെൻസ് ചേർത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക, സലാഡ് കഴിക്കുക. ഒരു കുഞ്ഞു ബോട്ടിലിൽ അതിൻ്റെ എസെൻസ് കിട്ടും. അതാണ് ഞാൻ എല്ലായ്പ്പോഴും ഉപയോഗിക്കാറുള്ളത്. എനിക്ക് ആ വലിയ കുപ്പിയിലുള്ളത് അത്ര വലിയ ഇഷ്ടമല്ല, കാരണം അതിൽ ആ ഒരു ഫ്ലേവർ കുറവായിരിക്കും. പിന്നെ സലാഡിലൊക്കെ ചേർക്കുമ്പോൾ വെള്ളം പോലെ ആയിപ്പോവും നമ്മുടെ സലാഡ്. അപ്പോൾ അതുകൊണ്ട് കിട്ടുകയാണെങ്കിൽ ഈ എസെൻസ് തന്നെ ചേർക്കുക. അതിനൊരു പ്രത്യേക ഫ്ലേവറുണ്ട്, ഒന്ന് ടേസ്റ്റ് കൂടുതലും ഉണ്ട് കേട്ടോ. പിന്നെ ഇതെപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ബിരിയാണി കഴിക്കുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് ഇത് ചെയ്യുക. അല്ലെങ്കിൽ അതിൽ ഉപ്പൊക്കെ ഇറങ്ങി വെള്ളം പോലെ ആയിപ്പോവും നമ്മുടെ സാലഡ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. അതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും കാണാം. താങ്ക്